അഖിൽ മാരാർ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് വേറെ എവിടെയോ ചേരുന്നു ഇപ്പോൾ. അഖിൽ മാരാർ പോകുന്നത് കോൺഗ്രസിൻ്റെ വീഴ്ചയാണെന്ന് പക്ഷേ അതുപോലെ ഞാൻ പറയില്ല. അഖിൽ മാരാർ കോൺഗ്രസിൻ്റെ ഒരു ഹാർഡ് കോർ സപ്പോർട്ടറോ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ ആശയങ്ങൾ ഈ കാലത്ത് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്ന സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞ് നമ്മൾ കാണുന്ന ആളല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി സ്വയം അവകാശപ്പെടുന്ന ഘട്ടത്തിൽ തന്നെയും പലപ്പോഴും വലതുപക്ഷ സ്വഭാവമുള്ള കമൻസ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിൽ കോൺഗ്രസ്സുകാരായ ആൾക്കാർ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇദ്ദേഹത്തെ പിന്തുണയ്ക്കണോ അതോ ഇദ്ദേഹത്തെ തള്ളിപ്പറയണോ, ഇദ്ദേഹം പറയുന്നതാണോ ശരി എന്ന മട്ടിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ സോഷ്യൽ മീഡിയ കിട്ടുന്നതും കാണാം. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതോടെ അദ്ദേഹം അവിടെ നിന്ന് വിടുകയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലല്ല. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതായത് കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ കൊടിക്കകത്ത് പൊതിഞ്ഞ് വലതുപക്ഷ രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്കുണ്ടാകുന്നൊരു ആശയക്കുഴപ്പമുണ്ടല്ലോ. നമ്മുടെ വഴി ഏതാണ്, നമ്മുടെ ഐഡിയോളജി ഏതാണ്, നമ്മുടെ പൊസിഷൻ ഏതാണെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടാവും. ആ ആശയക്കുഴപ്പം ഇതോടെ മാറിക്കിട്ടുമെന്ന് എനിക്ക്. ആ നിലയ്ക്ക് കോൺഗ്രസിന് ഗുണമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുമ്പോൾ ആ നിലയ്ക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള അസസ്മെൻറ്റ്സ് കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളത് ശുഭകരമായൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് ചെല്ലാൻ പറ്റിയ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിൽ കോൺഗ്രസിനും UDFനും ഒരു സംഗതി പറയാം, ആളുകളെല്ലാം ഇങ്ങോട്ട് വരികയാണ്. ട്രെൻഡ് ഇപ്പം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്നൊരു ഒരു സൗകര്യം അവരുടെ മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.